നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ കയറിയാലുള്ള, അതിൽ ഫോളോ ചെയ്താലുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടാരോട്ട് ലവ് എനർജീസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജാണ്. അതിലും കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വിശദീകരിച്ച് തന്നെയാണ് വായന ചെയ്യാൻ പോകുന്നത്. ഈ വ്യക്തി ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ലതിനാണോ? ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ വ്യക്തിയുടെ എനർജി, ട്രൂ ഇൻറ്റൻഷൻ ആണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമ്മൾ ഇതിലൂടെ നോക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജോ അല്ലെങ്കിൽ സംഭാഷണമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുള്ള കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് തീർത്തും കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും വളരെയധികം ഒറ്റപ്പെടലാണ് ഈ വ്യക്തി അനുഭവിച്ചിട്ടുള്ളത്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ നിങ്ങൾ എവിടെയൊക്കെ പോയാലും, അതായത് ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്താലും എവിടെയൊക്കെ പോയാലും അതിന് ഒപ്പം നിങ്ങൾ ഉണ്ടാകും ഈ വ്യക്തിയുടെ കൂടെ. അല്ലെങ്കിൽ ഈ വ്യക്തി എത്രത്തോളം നിങ്ങളെ ദൂരേക്ക് നിങ്ങളെ കളഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയാലും നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു അമിത വിശ്വാസം, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി പല രീതിയിലും നിങ്ങൾക്ക് നീതി തന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് നീതി മേടിച്ചു തരാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. കാരണം ഈ വ്യക്തിക്ക് അറിയാം, എത്രത്തോളം ഈ വ്യക്തി ദൂരേക്ക് പോയാലും നിങ്ങൾ ഈ വ്യക്തിയുടെ പിന്നാലെ വരും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പുറകെ കരഞ്ഞ് നിലവിളിച്ച് അല്ലെങ്കിൽ കേണപേക്ഷിച്ച് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ വരും എന്നുള്ള അമിത വിശ്വാസമാണ് ഈ വ്യക്തിയെ പല പടുകുഴികളിലേക്കും, അല്ലെങ്കിൽ തെറ്റായ ഒരു വഞ്ചനാജനകമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിയെ പറ്റിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക്, അങ്ങനെ പല കുഴികളിലേക്കും ഈ വ്യക്തി പോയി വീണിട്ടുള്ളത്. അത് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ അമിത വിശ്വാസം മൂലമാണ് ഇങ്ങനെയൊക്കെ വന്ന് പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി അതൊക്കെ ആദ്യം ഒരുപക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദനത്തിൻ്റെ ആഴം, നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങൾ എത്രത്തോളം ആണ് സമർപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സായാലും നിങ്ങളുടെ എല്ലാം, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സത്യസന്ധത, സാന്നിധ്യം എല്ലാം തന്നെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സമർപ്പിക്കുന്നുണ്ട്. കാരണം അത്രയുമേറെ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഇവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, പലവരും ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, കാരണം അത്രയും ഒരു ലവറാണ്, അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കാൻ കഴിവുള്ള, മനസ്സിൽ നന്മ മാത്രമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് മറ്റുള്ളവർ പോലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകണം. കാരണം അത്രയും ആത്മാർത്ഥതയാണ്. കാരണം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. വേറൊന്നും നിങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അത് ലോകത്തുള്ള എല്ലാവരും മനസ്സിലാക്കി, പക്ഷെ ഈ വ്യക്തി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യം. ഇവിടെ ഈ വ്യക്തിക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കാം,
ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടാകാം. കാരണം ഈ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾ അല്ലെങ്കിൽ വിശ്വാസം, സമർപ്പണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത്രയേറെ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് ചെയ്തു പോയിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ ഫലം ലഭിക്കും, അല്ലെങ്കിൽ നാളെ ലഭിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തിന് ഫലം ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ യാതൊരു കളങ്കവും ഇല്ലാത്ത മനസ്സോടു കൂടി ഹൃദയശുദ്ധിയോട് കൂടി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു അതിൻ്റെ എല്ലാം ഒരു ഫലം അല്ലെങ്കിൽ അനന്തരഫലം എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ മാറ്റത്തിന്, ഈ വ്യക്തിക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ്. മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തിലെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ മാറ്റം തന്നെയാണ്. അത് തീർത്തും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും കാലം ഈ വ്യക്തി ഒരുപക്ഷെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു കൃത്രിമമായിട്ടുള്ള രീതിയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു അറിവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം നല്ല വ്യക്തിയാണ്, ആത്മീയപരമായിട്ടുള്ള അറിവുകൾ, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേണ്ടത്, നല്ലത് ഏതാണ്, ചതി ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള അറിവുകളും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ വളരെയധികം ഫ്ലേർട്ടിംഗ് എനർജി നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് പോലും ഈ വ്യക്തിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അവരിൽ നിന്നുമൊക്കെ ഈ വ്യക്തി ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ അവരെല്ലാവരും ഉപേക്ഷിക്കുന്ന തലത്തിലുള്ള ഒരു ഒരു സ്വഭാവ പ്രകൃതമുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് എത്തി നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും നിങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനോ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് വേറൊരു ബന്ധത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒന്നും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. അത് നമുക്കിവിടെ തീർത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം, അല്ലെങ്കിൽ ഈ വ്യക്തിക്കും നിങ്ങൾക്കും തമ്മിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് വന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പൊ അവരുമായിട്ട് നിങ്ങളെ വെച്ചിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പ്രത്യേകതകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണ്, നിങ്ങളുടെ നന്മകൾ എന്താണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ വ്യക്തിക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ല രീതിക്ക് തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഈ ബന്ധത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇതിനെ ആഴത്തിൽ തന്നെ പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ മാത്രമല്ല ഈ വ്യക്തിക്ക് ഒരു ചോയ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു 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 ഓപ്ഷൻ ആയിട്ടുള്ളത്, വേറെയും ഒരുപാട് അവസരങ്ങൾ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ വേറെ വ്യക്തികളും ഈ പേഴ്സന്റെ പുറകെ നടക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഒരുപാട് സ്നേഹത്തിന്റെ ആ ഒരു കപ്പ് ഓഫ് ലവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ഏറ്റവും മികച്ചത് അത് നിങ്ങളിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ ഒരുപാട് ഇരുട്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ആ ഇരുട്ടേറിയ മനസ്സിലേക്ക് വെളിച്ചം വരുന്ന സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധി ഉദിച്ചു, അല്ലെങ്കിൽ മനസ്സിലേക്ക് വെളിച്ചം വന്നു, ഇരുണ്ട ചിന്തകളിൽ നിന്നും മോചിതനായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ വ്യക്തിയെ തേടി വരാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എന്തുകൊണ്ടും യോഗ്യരായ വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേരുകയാണ്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും, നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും ഈ വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ വെളിച്ചം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതും നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് സന്തോഷത്തെയും വെളിച്ചത്തെയും ശുദ്ധീകരണത്തെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ മറ്റു പല വ്യക്തികൾ മൂലം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള തെറ്റിദ്ധാരണകൾ മൂലം പലതരത്തിലുള്ള മോശപ്പെട്ട ചിന്തകളും തീരുമാനങ്ങളും അറിവുകളും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണപ്പെടുന്നു. അപ്പോൾ അതിനെല്ലാം അലക്കി തേച്ച് മിനുക്കി വൃത്തിയാക്കി വെക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, അവസരത്തിലേക്ക് ഈ വ്യക്തി വന്നു ചേരുകയാണ്. ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ്. എന്താണോ നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെയായി തീരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്, ആ ഒരു തലത്തിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ തീർത്തും ഈ വ്യക്തി നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതിൽ നന്നേ കഷ്ടപ്പെടുന്നുണ്ട്, നന്നായി തന്നെ വിഷമിക്കുന്നുണ്ട്. ആദ്യമൊക്കെ സന്തോഷിച്ച് സ്വന്തം കാര്യം നോക്കി ഉല്ലസിച്ചൊക്കെ നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വ്യക്തി മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടും നിങ്ങളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരിക്കലും പുറകിലേക്ക്, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യേണ്ടി വരില്ല എന്നുള്ള ഒരു ഒരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അറിവിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ലതിന് തന്നെയാണ്. അതായത് നിങ്ങൾ എന്താണോ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചത്, അത് പ്രപഞ്ചശക്തി തന്നെ നേരിട്ടിറങ്ങി തന്നെ അവിടെ പ്രവർത്തിച്ച് ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളോടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കേവലം ചെറിയൊരു പ്രണയം കാണിക്കുക, അല്ലെങ്കിൽ നേരം പോക്ക് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് അതൊക്കെ പ്രകടിപ്പിക്കുക. കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താ പറയുക, യാത്ര ചോദിച്ച് പിരിയുക, അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോവുക. ഇതാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇനി ഈ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അതിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത് ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും അതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ. അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.